everyone, welcome back to Ray's YouTube channel. അപ്പോൾ മക്കളെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ നാലാമത്തെ ചാപ്റ്റർ ഏതാണ് ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയായിരിക്കും, കുറച്ച് കോൺസെപ്റ്റുകൾ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെറിവേഷൻസ്. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് സമയം കൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് അല്ലേ അറൗണ്ട് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് ഡെറിവേഷൻസ് നമ്മൾ സെറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ വാ നോക്ക്, ഫസ്റ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഡിറൈവ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണിത്. ഓക്കെ, ഏതാണ്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആക്സിയൽ ലൈൻ ഓഫ് എ കറന്റ് ക്യാരിയിങ് ലൂപ്പ്. ഓക്കെ, ആദ്യം മക്കൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? കറന്റ് ക്യാരിയിങ് ലൂപ്പിന്റെ ഡെറിവേഷൻ ആകുമ്പോൾ പിന്നെ ഉറപ്പായിട്ടും എന്തായിരിക്കും? കറന്റ് ക്യാരിയിങ് ലൂപ്പ് ആയിരിക്കും. നമ്മളൊരു കറന്റ് ക്യാരിയിങ് ലൂപ്പ് കൺസിഡർ ചെയ്തു. ഓക്കെ, ദിസ് ഇസ് ദ പോയിന്റ്. ഞാനിവിടെ ഒരു ആക്സിയൽ പോയിന്റ് ഇവിടെയാണ്. ആക്സിയൽ പോയിന്റിൽ ഞാൻ പി എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെയുള്ള ഒരു ഡി എൽ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്. ഈ ഡി എൽ എന്താണ്? ഞാനിതാ ഇങ്ങോട്ട് കൊടുത്തു. അതൊക്കെ ഡി എല്ലിൽ നിന്നുള്ള ലെങ്ത് ഇങ്ങോട്ട്. ഇവിടെ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഇങ്ങനെ. ഓക്കെ, അതേപോലെ മക്കളെ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊടുത്തു. ഇവിടെ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഇങ്ങനെ. ഓക്കെ, അപ്പൊ ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നോക്കിയേ നിങ്ങൾ. ഇവിടെ നിന്ന് ഈ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് എടുത്തു? സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആയിട്ട് എടുത്തു. അതേപോലെ മക്കളെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി മക്കൾ പറ ഇവിടെ നോക്കിയേ. ഇവിടെ ഇത് ഡി ബി ആണ്, ഇതാണ് ഡി ബി, ഇതും ഡി ബി ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്തുകൂടെയോ? റിസോൾവ് ചെയ്യാമല്ലോ. സോ റിസോൾവ് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, ഇത് ഇങ്ങോട്ടും ഉണ്ടാവും, അതേപോലെ ഇങ്ങോട്ടും ഉണ്ടാവും. ഈ ഡി ബിനെ റിസോൾവ് ചെയ്യുമ്പം ഇങ്ങോട്ടും ഉണ്ടാവും, അതേപോലെ ഇങ്ങോട്ടും ഉണ്ടാവും. ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതെന്താണ്? ഇതാണ് നമ്മൾ തീറ്റ എങ്കിൽ ഇവിടെ ഇതായിരിക്കും നമ്മൾ തീറ്റ. ഓക്കെ, സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡി ബി കോസ് തീറ്റ എന്ന് വിളിക്കാം. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഉള്ളതോ? ഇവനും ഡി ബി കോസ് തീറ്റയാണ്. അപ്പൊ ഇവൻ ഡി ബി സൈൻ തീറ്റ. താഴെയുള്ളവനോ? ഇവനും ഡി ബി സൈൻ തീറ്റ. ഓക്കെ, ഇനി മക്കൾ എന്താ ചെയ്യേണ്ടത്? ബിയോട്ട്-സവാർട്ട് ലോ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്താണ് ബിയോട്ട്-സവാർട്ട് ലോ? അവിടെ കൊടുത്തിട്ടുണ്ട്. μ0 IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി മക്കളെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഡി എൽ, ഇവിടെ ഒരു സ്മോൾ ലെങ്ത് ഡി എൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡി ബി കോസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഇവിടെ ഡി ബി കോസ് തീറ്റ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ആ കാര്യം എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. എന്ത് ചെയ്യും? ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ ആയിട്ട് ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് ബി നെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബി നെറ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡി ബി സൈൻ തീറ്റയാണ്. എന്താണ്? ഇന്റഗ്രൽ ഡി ബി സൈൻ തീറ്റ. എന്താണ്? ഇന്റഗ്രൽ ഡി ബി സൈൻ തീറ്റ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഡി ബി നമുക്കറിയാം ബി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടുന്ന് ഈ ഡി എല്ലിൽ നിന്ന്, ഇതാണല്ലോ നമ്മളെ കറന്റ് എലമെന്റ് ഡി എൽ. ഓക്കെ, മീൻസ് ആദ്യം നിങ്ങൾ കൺസിഡർ ചെയ്യണം ഒരു സർക്കുലർ ക്യാരിയിങ് ലൂപ്പിലെ സർക്കുലർ ലൂപ്പ്. ഇതിലൊരു ഐ എന്ന് പറഞ്ഞ കറണ്ട് പോകുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്തു. ഈ സ്മോൾ എലമെന്റ് ആണ് ഡി എൽ. ഈ ഡി എല്ലിൽ നിന്നും ഈ പിയിലേക്കുള്ള ലെങ്ത് ഇത് എയും ഇത് എക്സും ആയാൽ ഇതാണല്ലോ ലെങ്ത്. ഇത് എത്ര വരും? √A² + x². ട്രയാങ്കിൾ നമുക്കറിയാം അല്ലെ, ഏതാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ടാണ് അത് വരുന്നത്. സോ √A² + x². സോ നമ്മൾ ബി നെറ്റ് കാണാം. ബി നെറ്റിന്റെ കൂടെ വാ ഇന്റഗ്രൽ ഡി ബി സൈൻ തീറ്റയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ബി നെറ്റ് എന്ന് പറയുന്നത് μ0/4 എന്നുള്ള ഞാൻ ജസ്റ്റ് എന്താണ് നമുക്കറിയാം, അതിന് ഞാനൊരു കോൺസ്റ്റന്റ് കെ വെച്ചിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാണ്. സോ കെ ഇൻറ്റു ഐ ഡി എൽ. അതന്നെയല്ലേ നമ്മൾ പഠിച്ചത്. R² എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അതെന്താണ്? √A² + x². ഇതിനെ സ്ക്വയർ ചെയ്താൽ എന്തായി മാറും? A² + x². സോ A² + x². മക്കളെ ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടിയില്ലേ. ഈ ട്രയാങ്കിൾ ഞാൻ ഇവിടെ ഒന്ന് മാറ്റി വരയ്ക്കുകയാണെ. നോക്കിയേ, ഇതാണ് ആ ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. ഇതാണ് ആ ട്രയാങ്കിൾ.
ഓക്കെ, ഇതെന്താണ്? ഇത് എക്സ് ആണ്, ഇത് എ ആണ്, ഇത് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കറിയാം √a² + x² ആണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ഏതാ? എ ആണ്. ഹൈപ്പോട്ടന്യൂസ് ഏതാ? √a² + x² ആണ്. അത് നമ്മളിവിടെ സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? എന്ത് കൊടുക്കാം? നമുക്ക് a/√a² + x² എന്ന് കൊടുക്കാം. കൊടുത്തൂടെ? കൊടുക്കാം. ഓക്കെ മക്കളെ, ഒറ്റ കാര്യം കൂടെ നോക്ക്, ശ്രദ്ധിക്ക്. ഇവിടുന്ന് ഈ എനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുക. അതേപോലെ ഈ a² + x² എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇത് ഓൾ ടു ദ പവർ ഹാഫ് അല്ലേ? ഇത് ഓൾ ടു ദ a² + x² ഓൾ ടു ദ പവർ ഹാഫാ. ഈ ഹാഫ് ഉണ്ട് ഇതിന്റെ തലയിൽ അല്ലേ? മണ്ടയിൽ ഇരിക്കുന്നത് ഹാഫാണ്, ഇവന്റെ മണ്ടയിൽ ഇരിക്കുന്നത് 1 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1 + 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എത്രയാണ്? 3/2 ആണ്. അത് എത്രയാണ്? 3/2 ആണ് അല്ലേ? 3/2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ബി നെറ്റ്. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസിനെ ഒക്കെ നമുക്ക് പുറത്തിടാം അല്ലെ? കെ കോൺസ്റ്റന്റ് ആണ്, കെനെ പുറത്തിട്ടു. ഐ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ഐനെ നമ്മൾ പുറത്തെടുത്തു അല്ലെ? എ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഉണ്ട്, എനെ പുറത്തിട്ടു. ബാക്കി a² + x² നോക്കിയേ, a² + x² ഇവിടെയും ഇവനെയും ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? 3/2 എന്ന് കിട്ടി. അവനെയും നമ്മൾ എടുത്ത് എന്ത് ചെയ്തു? പുറത്തിട്ടു അല്ലെ? പുറത്തിട്ടു. നമുക്ക് എന്ത് കിട്ടി? a² + x² ഓൾ ടു ദ പവർ 3/2 ഇൻറ്റു ഇന്റഗ്രൽ എന്ത് വരും? dl. എടാ dl എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തൊട്ടിട്ടുള്ള ലെങ്ത് അല്ലേ dl എന്ന് പറഞ്ഞാൽ. അപ്പൊ മൊത്തം എത്ര വരും? എടാ നമുക്കറിയാം ഇതെന്താ? സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയും അല്ലേ? അപ്പൊ ഇത് എന്താ വരിക? 2πa എന്ന് വരും. ഓക്കെ, എന്ത് വരും? 2πa എന്ന് വരും. സോ നമുക്ക് എന്താണ് ബി നെറ്റ് എന്ന് പറയുന്നത് അല്ലേ? സർക്കംഫറൻസ് അല്ല, എന്താ നമുക്ക് കിട്ടുക? 2πa. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ജസ്റ്റ് കെനെ ഞാൻ μ0/4π I × a എന്താ? a² + x² ഓൾ ടു ദ പവർ 3/2. dl പകരം നമുക്ക് എന്ത് കൊടുക്കാടാ? 2πa എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം? 2πa എന്ന് കൊടുക്കാം. മക്കൾ നോക്കിക്ക്, ഇവിടെ ക്യാൻസൽ ആവുന്നത് ആരൊക്കെയാണ്? 4 കട്ടായി, 2 കട്ടായി, പൈ കട്ടായി, ഇവിടെ 2 വരും അല്ലേ? ബാക്കി നമുക്ക് എന്താടാ വന്നത്? ബാക്കി നമുക്ക് വന്നത് എന്താടാ? ബി നെറ്റ് ഉണ്ട്. ബാക്കി നമുക്ക് വന്നത് μ0 ia² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a² + x² ഓൾ ടു ദ പവർ 3/2. ഇതാണ് ആക്സിയൽ പോയിന്റിലുള്ള നമ്മളെ ഇക്വേഷൻ. ഓക്കെ, ആക്സിയൽ പോയിന്റിലുള്ള നമ്മളെ ഇക്വേഷൻ. ഓക്കെ, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ മക്കളെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റായല്ലോ. ഫസ്റ്റ് ഡെറിവേഷൻ നമ്മളിത് സെറ്റായി. ഇനി മക്കളെ, മിസ് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. വളരെ സിമ്പിളായിട്ടാണ്, നമുക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ നോക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പാ. അതെന്താ വരിക? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ വരിക? അതായത് മക്കളെ, ഒരു സർക്കുലർ ലൂപ്പ് ആവുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, സർക്കുലർ ലൂപ്പ് ആവുന്ന സമയത്ത് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും DL-ഉം B-യും തമ്മിലുള്ള ആംഗിൾ അല്ലേ? DL-ഉം B-യും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം. എന്താ നമ്മളെ ഇക്വേഷൻ? dB = μ0/4π ഇൻറ്റു IDL. I എന്ന് കാണാൻ വേണ്ടി, മാറാതിരിക്കാൻ വേണ്ടിയിട്ട് IDL സൈൻ തീറ്റ എന്നുള്ളടത്ത് സൈൻ 90 ഡിവൈഡഡ് ബൈ എന്ത് വരും? r² എന്ന് വരും. r² എന്ന് വരും. ഈ സൈൻ 90 ഇനി വേണ്ട, 1 അല്ലേ? അപ്പോൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രൽ കെ മീൻസ് ഇത് വാട്ട് എവർ ഇറ്റ് ഈസ്, കെ μ0 തന്നെ കൊടുക്കുക അല്ലേ? μ0/4π ഇൻറ്റു എന്താണ്? ID ഒന്ന് വായിക്കട്ടെ, ഇതൊന്ന് താഴേക്ക് എഴുതുന്നുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിയേ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിയേ, എങ്ങനെ എഴുതാൻ പറ്റും? ബി എന്ന് പറയുന്നത് ഇന്റഗ്രൽ കെ ഇൻറ്റു IDL/r². ഓക്കെ, എടാ ഇവിടെ നമ്മളൊരു സർക്കുലർ ലൂപ്പാണ്. ഈ സർക്കുലർ ലൂപ്പിന്റെ DL മൊത്തം എന്താണ്? DL എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആക്ച്വലി ഫ്രം 0 to 2πa വരെയാണ്.
2πa. അപ്പൊ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? കെ കോൺസ്റ്റന്റാ, ഐ കോൺസ്റ്റന്റാ, ആർ സ്ക്വയർ കോൺസ്റ്റന്റാ. ഇവിടെ ഇന്റഗ്രൽ ഡി എൽ വരും. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ 2πa ആണ്. 2πa ആണ്. മനസ്സിലാക്കുക. ഓക്കെ, 2πa ആണ്. ഇത് നമ്മൾ ഇതിന്റെ ഇത് ലെങ്ത് 6 ആക്കി എടുക്കുകയാണെങ്കിൽ ഈ എന്റെ സ്ഥാനത്ത് ആര് വരും? 6 വരും. 6 വരും അല്ലേ? അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും? ഇവിടെയും 6 ആയിട്ട് മാറും. അപ്പൊ ഈ ആർ സ്ക്വയറും ആറും ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് കിട്ടുക ബി ഈക്വൽ ടു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കെ ഇൻറ്റു ഐ ഇൻറ്റു ഈ 2π എന്നല്ലേ. 2π എന്ന് പറഞ്ഞാൽ ആക്ച്വലി വാട്ട് ഇസ് തീറ്റയാണ്, ആംഗിൾ ആണ് അല്ലേ. അപ്പൊ നമ്മളിവിടെ തീറ്റ എന്ന് കൊടുത്തു, θ/r. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തും കാണാൻ പറ്റും. ഒരു ആർക്കിന്റെ മീൻസ് നമുക്ക് ഇഷ്ടമുള്ള ആർക്കിന്റെ ഒക്കെ കാണാൻ പറ്റും. അതായത് ഇപ്പൊ തീറ്റ എന്ന് പറഞ്ഞത് ഇവിടെ 2π, അതായത് മൊത്തം ആയതുകൊണ്ടാണ് 2π, സർക്കിൾ ആയതുകൊണ്ടാണ്. ഇപ്പൊ ഒരു ആർക്കാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കൊടുക്കാം? നിങ്ങൾക്ക് π/2 കൊടുക്കാം, π/2 ഇട്ട് കൊടുക്കാം, π/3 ഇട്ട് കൊടുക്കാം, π ഇട്ട് കൊടുക്കാം. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, മനസ്സിലായോ? നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് ഇതിലേക്ക് പുട്ട് ചെയ്താൽ മതി. ഇപ്പൊ π/3 ആണെങ്കിൽ π/3 ഇതാ ഇങ്ങനെ ഒരു ആർക്ക് തന്ന്, ഈ ആർക്ക് തന്നിട്ട് ഈ ആംഗിൾ എന്ന് പറയുന്നത് π/3 ആണെന്ന് പറഞ്ഞു. തീറ്റ π എത്രയാ നിങ്ങൾക്ക് അറിയാം അല്ലെ? 180/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 60 അല്ലേ? അപ്പൊ അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് എക്സേർട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ നിങ്ങൾ കൊടുക്കേണ്ടത് ബി ഈക്വൽ ടു കെ ഐ θ/r ആണ്. പക്ഷെ ഇവിടെ ഓർക്കേണ്ട കാര്യം തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 60 കൊടുക്കരുത്, പകരം 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം π/3 ആണ്, അത് കൊടുക്കുക. 90 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം π/2 ആണ്. 45 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം π/4 ആണ്. ഇങ്ങനെയുള്ള വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ അവിടെ വാല്യൂ കൊടുക്കാൻ. ഈ തീറ്റയ്ക്ക് പകരം റേഡിയനിൽ കൊടുക്കണം. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ ഇപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കംപ്ലീറ്റ് ഒരു സർക്കിൾ ആയത് കാരണം അല്ലെ, കംപ്ലീറ്റ് ഒരു സർക്കിൾ ആയത് കാരണം ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ സർക്കിളിന്റെ തീറ്റ എന്ന് പറയുന്നത് 2π ആയിരിക്കും. അപ്പൊ അതെന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടിയത്? കെ ഇൻറ്റു ഐ θ/r. ഈ തീറ്റ എന്ന് പറഞ്ഞത് എന്താ? 2π. അപ്പൊ ബി ഈക്വൽ ടു μ0 /4π I/r ഇൻറ്റു തീറ്റ എന്ത് കൊടുക്കാം? 2π കൊടുക്കാം. ഓക്കെ, 2π കൊടുക്കാം. π പോയി 2 പോയി 4 പോയി. അപ്പൊ ഇവിടെ 2 വന്നു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ബി ഈക്വൽ ടു μ0 I/2r എന്ന് കിട്ടി. ദിസ് ഇസ് ദ ആൻസർ. എന്താണ്? μ0 I/2r ഇവിടെ കൊടുത്തിട്ടുണ്ട്. μ0 I/2r. ഓക്കെ, തീറ്റ ആണെങ്കിൽ നിങ്ങൾ μ0 I/4πr ഇൻറ്റു തീറ്റ എന്ന് കൊടുക്കാം. ആംഗിൾ പെർട്ടിക്കുലർ ലൂപ്പിന്റെ. അപ്പൊ ഇത് രണ്ടും സെറ്റ് ആയി കഴിഞ്ഞു. അടുത്ത നമ്മൾ വേഗം പോകുന്നത് എങ്ങോട്ടാണ്? നോക്കിയേ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ദ ടു ഇൻഫൈനറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഇവിടെ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഇവിടെ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്. രണ്ട് കണ്ടക്ടേഴ്സിൽ I1 I2 എന്ന് പറഞ്ഞ് കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ I1 വെച്ചിരിക്കുന്നത് നോക്കിയേ, I1 വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ I1 വെച്ചിരിക്കുന്നത് I2ന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, I2 വെച്ചിരിക്കുന്നത് I1ന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എടാ മക്കളെ, F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 എന്നാണ്. ഓക്കെ, എന്താണ് ഫോഴ്സ് ഓൺ 1? ആരാണ് തരുന്നത്? ഡ്യൂ ടു 2. ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ILB അല്ലെങ്കിൽ അതിന്റെ ഡെറിവേഷൻ ഇപ്പൊ മിസ് പറഞ്ഞത്. തൽക്കാലം ഈ ഡെറിവേഷനിൽ നിങ്ങൾ ഇതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഏത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്? ഇവിടെ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. I2നെ ചുറ്റുമുള്ള B2 ആണ് അല്ലെ? ILB എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്താണ്? ILB. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? I ഒക്കെ I1 തന്നെയാണ്, L ഒക്കെ L1 ഒന്നാമത്തെ നീളം തന്നെയാണ്. പക്ഷെ B എന്ന് പറയുന്നത് ആരുണ്ടാക്കുന്നതാണ്? അപ്പുറത്തെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന B ആണ്. സോ നമ്മൾ എന്ത് കൊടുക്കാം? B2 എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F12/L1 എന്ന് പറയുന്നത് I1 ഇൻറ്റു B2 ആണ്. മക്കളെ, ആംപിയർ സർക്യൂട്ട് ലോ പ്രകാരം നമ്മൾ പഠിച്ചു B എന്ന് പറയുന്നത് എന്താ? μ0 I ഡിവൈഡഡ് ബൈ 2πr ആണ്. ഇവിടെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? D ആണ്. സോ നമുക്ക് എന്ത് വരും? I1 B2ന് പകരം നമുക്ക് ആരെ കൊടുക്കാം? B2ന് പകരം നമുക്ക് ആരെ കൊടുക്കാം? μ0. പിന്നെ I2 B2 അല്ലേ, അതുകൊണ്ട് I2. പിന്നെ 2πd ഇൻറ്റു ഇതിലുള്ള കറന്റ് ആരാ?
I1 എന്ന് കൊടുക്കാം. ഇതേപോലെ സിമിലർലി നമുക്ക് ഏതും കണ്ടെത്താൻ പറ്റും. F21 കണ്ടെത്താൻ പറ്റും. F21 ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾ. അപ്പൊ എന്തായിരിക്കും? I2 ആയിരിക്കും, L2 ആയിരിക്കും, B1 ആയിരിക്കും. നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? F/L എന്ന് പറയുന്നത് ഇതേപോലെ μ0 I1 I2 ഡിവൈഡഡ് ബൈ 2πd ആയിരിക്കും. 2πd ആയിരിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ നമ്മൾ B2 കണ്ടു അല്ലേ? എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നുള്ള വിശ്വസിക്കുന്നു. അടുത്തത് ഇവിടെ നോക്കിയേ, ഫോഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാക്രോസ്കോപ്പിക് വയറിലുള്ള നമ്മൾ F = QVB എന്നുള്ളത് നമുക്കറിയാം. F = QVB എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് F = QVB എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് വയർ, ഓക്കെ, ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് വയർ എവിടെയാണ്? കറന്റ് ക്യാരിയിങ് വയർ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്തത്? ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, നമ്മൾ F = QVB നമ്മൾ പഠിച്ചിട്ടുണ്ട്. QVB ഈ V വെലോസിറ്റി ആട്ടോ, വോളിയല്ല വെലോസിറ്റിയാ. ഓക്കെ, ഇവിടെ മക്കൾ മനസ്സിലാക്കുക, വോളി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എപ്പോഴും A×L എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ N എന്ന് പറയുന്നതാണ് എന്ത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് per യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് N എന്ന് പറയാം. ഓക്കെ, അപ്പൊ Q = നമുക്ക് എന്താണ്? മൊത്തം ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ വോളിയം ഇൻറ്റു N ആയിരിക്കും. ഇതിന്റെ മൊത്തം വോളിയം ഇൻറ്റു N. ഇതിന്റെ വോളിയത്തിന് നമുക്ക് എങ്ങനെ? അതായത് വോളിയം ഇൻറ്റു N, വോളിയത്തിന് നമുക്ക് A×L × N എന്ന് എഴുതാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ Qക്ക് പകരം A×L × N ആരാണ് ചാർജ് വേണ്ടേ? E വേണം അല്ലെ? E വേണം. NE. ഓക്കെ, A×L × N × E × V ഈ V വെലോസിറ്റി ആണ് ഇൻറ്റു B. മക്കൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡ്രിഫ്റ്റ് കറന്റ് അല്ലേ? ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്? ഡ്രിഫ്റ്റ് കറന്റ് ഒക്കെ ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്? ഡ്രിഫ്റ്റ് കറന്റ് I = N വിടൂ അല്ലേ? NEAVD അല്ലെ? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് N ഉണ്ട്, E ഉണ്ട്, A ഉണ്ട്, പിന്നെ V ഉണ്ട്. ഓക്കെ, ഈ A എന്ന് പറഞ്ഞത് ഏരിയയാണ് കേട്ടോ. സോ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇതിനൊക്കെ പകരം F = ഏതാണ്? L നമുക്ക് വിട്ട് നിൽക്കുകയാണ്, ബിയും നമുക്ക് വിട്ട് നിൽക്കുകയാണ്. സോ ഇതിനൊക്കെ പകരം നമുക്ക് I എന്ന് കൊടുക്കാം. I×L × B. ഓക്കെ, F = ILB. ഇനി എങ്ങനെയാണ് F = ILB എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കേണ്ട, അതും നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺവേർഷൻസ് അല്ലേ? അത് ഏതൊക്കെ കൺവേർഷൻ? അതായത് ഗാൽവനോമീറ്ററിനെ നമുക്ക് അമ്മീറ്റർ ആയിട്ടും മാറ്റാം, അതേപോലെ വോൾട്ട് മീറ്റർ ആയിട്ടും മാറ്റാം. അമ്മീറ്റർ ആയിട്ട് നമ്മൾ എങ്ങനെയാ മാറ്റുക? പാരലൽ ആയിട്ട് ഒരു ഷണ്ട് റെസിസ്റ്റൻസ് വളരെ കുറവുള്ള ഒരു റെസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുക. എങ്ങനെ ഗാൽവനോമീറ്റർ നമ്മളെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റാം? സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഇത് കണക്ട് ചെയ്യാം അല്ലേ? ആദ്യം മക്കൾ നോക്ക്, നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് മിക്കവാറും മക്കൾ കണ്ടിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കും? I എന്നുള്ള കറണ്ട് വരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കൊടുത്തു. ഇവിടെ നമ്മളൊരു ഗാൽവനോമീറ്റർ പ്ലേസ് ചെയ്തു. ഇത് രണ്ടും കണക്ട് ചെയ്തു. മക്കളെ ഈ I ഇവിടെ എത്തിയ സ്പ്ലിറ്റ് ആവും. ഓക്കെ, I എന്താണ്? IG ആയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഗാൽവനോമീറ്ററിലോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ IG എന്ന് വിളിച്ചു. ഓക്കെ, ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടുന്ന് I വന്നത് അല്ലേ? ബാക്കി എന്താ ഉണ്ടാവുക? I - IG ആണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കോൺസെപ്റ്റ് പറയാനുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഇങ്ങനെയെങ്കിലും പഠിക്കുക, ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. I - IG ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം. ഓക്കെ, എന്താണ് ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ? രണ്ടും ഈക്വൽ ആയിരിക്കും. സോ IgG അല്ലേ? IgG which is equal to ഇതിന്റെ റെസിസ്റ്റൻസ് എന്താണ്? S ആണ്. S × I - IG എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ S എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? S എന്ന് പറഞ്ഞാൽ IgG ഡിവൈഡഡ് ബൈ I - IG ആണ്.
IgG ഡിവൈഡഡ് ബൈ I മൈനസ് IG ആണ്. മക്കളെ ഇനി ഈ കൺവേർഷനും കൂടെ നോക്കാം. വോൾട്ട് മീറ്ററിലുള്ള കൺവേർഷൻ, വോൾട്ട് പൊട്ടൻഷ്യൽ കൊടുത്താൽ അത് ഇവനും ഉപയോഗിക്കും, പിന്നെ ആരും ഇല്ലാണ്ട് വീണ്ടും ഇവിടെ എത്തും. ഇതാണ് അതിന്റെ ഒരു എന്താ പറയാ കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ. അതായത് ഈ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഈ റെസിസ്റ്റൻസ് ഉപയോഗിക്കും, അതേപോലെ ഈ ഗാൽവനോമീറ്റർ ഉപയോഗിക്കും, അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഇവിടെ പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് എത്തും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് V എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഉള്ളത് അല്ലെ, I ഇൻറ്റു G അല്ലെ, ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ എന്താണ് I ഇൻറ്റു G പ്ലസ് I ഇൻറ്റു R, ഇതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ അല്ലെ. ഓംസ് ലോ പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് V മൈനസ് IG എന്ന് പറയുന്നത് എന്താണ്, IR ആണ് അല്ലെ, IR ആണ്. ഇനി നോക്കിയേ, R എന്ന് പറഞ്ഞാൽ എന്താ, ഈ R ഇവിടെ ഒക്കെ ഇവനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലെ. അപ്പൊ എന്താ വരിക, V മൈനസ് IG ബൈ I എന്ന് വരും. V ബൈ I എവിടെ നിൽക്കട്ടെ, ഓരോ ടേംസിനെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ V ബൈ I വരും, ഇവിടെ മൈനസ് IG ബൈ I വരും. അപ്പൊ ഈ ഐയും ക്യാൻസൽ ആവും അല്ലെ, ഐയും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് R എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, അപ്പൊ നമുക്ക് R എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, R എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, V ബൈ I മൈനസ് G എന്ന് കിട്ടി. V ബൈ I മൈനസ് G എന്ന് കിട്ടി. V ബൈ I മൈനസ് G എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ കൺവേർഷനും നമ്മൾ സെറ്റാക്കി. ഓക്കെ, അടുത്തത് നമുക്കുള്ളത് എന്താണ്, ടോർക്ക് ഓൺ എ കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ്. ഓക്കെ, ടോർക്ക് ഓൺ എ കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ്. മക്കളെ നമ്മൾ ഒരു നോർത്ത് സൗത്ത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് വെച്ചു, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് വെച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് പേര് കൊടുത്തു ABCD. ഓക്കെ, ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്, ഈ ആക്സിസിൽ കടന്നിട്ട് ഇത് കറങ്ങാണ് അല്ലേ, ഈ ആക്സിസിൽ കടന്നിട്ട് കറങ്ങാണ്. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, നോർത്ത്, ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, സൗത്ത്. രണ്ട് മാഗ്നറ്റ്സ് വെച്ചു. ഓക്കെ, ഫസ്റ്റ് ഇവിടെ AB എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം AB, ഈ AB എന്ന് പറഞ്ഞ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം, ഇത് ലെങ്ത് ആയിട്ട് എടുക്കാം, LB. ഓക്കെ, എല്ലും ബിയും. മക്കളെ നിങ്ങൾ പറ AB എന്ന് പറഞ്ഞ ഈ ഭാഗം ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ്, AB എന്ന് പറഞ്ഞ ഈ ഭാഗം ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, F1 എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു അല്ലേ, ILB. ഇവിടെ I ഒക്കെ L എന്ന് പറയുന്നത് നമ്മൾ B ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ്, B അവിടെ നിൽക്കട്ടെ, പിന്നെ ഐയും അവിടെ നിൽക്കട്ടെ. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് B ആണ്. അതേപോലെ അത് ഉണ്ടാക്കുന്ന എന്ത് IL ക്രോസ് B സൈൻ തീറ്റ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും, മൈനസ് K ഡയറക്ഷനിലായിരിക്കും, ഉള്ളിലോട്ടായിരിക്കും. ഓക്കെ, അപ്പൊ മൈനസ് K ക്യാപ്പ് എന്ന് വന്നു. ഇനി CD ഉണ്ടാക്കുന്നത് F2, അതെന്ത് വരും, B ഇൻറ്റു I ഇൻറ്റു ഇതെന്താണ്, എന്താണ് L അല്ലെ. ഇതെന്താ, ഇത് രണ്ട് ഭാഗത്തും അല്ലെ, ഇവിടെയും ബ്രെഡ്ത്ത് B അല്ലെ, ഇവിടെയും ബ്രെഡ്ത്ത് B. അപ്പൊ എന്താണ്, B ഇൻറ്റു പ്ലസ് K ക്യാപ്പ് ആണ്. ഓക്കെ, മക്കളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒന്ന് മൈനസ് K ക്യാപ്പ്, ഒന്ന് പ്ലസ് K ക്യാപ്പ്. അതായത് ഈ ഭാഗത്ത് ഉണ്ടാക്കുന്നത് ഉള്ളിലേക്കും ഈ ഭാഗത്ത് ഉണ്ടാക്കുന്നത് പുറത്തേക്കും ആയിരിക്കും. ഓക്കെ, ഈ ഭാഗത്ത് ഉണ്ടാക്കുന്നത് ഉള്ളിലേക്കും ഈ ഭാഗത്ത് ഉണ്ടാക്കുന്നത് പുറത്തേക്കും. അപ്പൊ ഇത് തമ്മിൽ ഇങ്ങനെ കറങ്ങും, ടോർക്ക് ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഈ BCയിൽ ഉണ്ടാകുന്നതും CD ഉണ്ടാകുന്നതും എന്ത് ചെയ്യും, പിന്നെ ടോർക്കിന് കാരണമാവില്ല. ഓക്കെ, അത് ടോർക്കിന് കാരണമാവില്ല. അതുകൊണ്ട് അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. പിന്നെ അത് ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഇനി ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വാട്ട് ഇസ് ടോർക്ക് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം എന്താ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് R ക്രോസ് F. അതിന് F സൈൻ തീറ്റ അല്ലെ, R ക്രോസ് F RF സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 90. അപ്പൊ നമുക്ക് പിന്നെ അതും മനസ്സിലെടുക്കാം. നീ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ടോർക്ക് സീക്ക ഓക്കെ എടുക്കാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവേണ്ട. RF സൈൻ തീറ്റ. ഇവിടെ R എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന്റെ ലെങ്താ അല്ലെ, R എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ടാ വരിക. കാരണം R എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ടാ വരിക. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്, ലെങ്ത് ആണ്. സോ L ഇൻറ്റു F സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇവിടെ കണ്ടെത്തി ILB അല്ലേ, ILB. ഓക്കെ, പിന്നെ
എല്ലിന് പകരം നമ്മൾ ബി ആ എടുത്തത്. അപ്പൊ ബി, ക്യാപിറ്റൽ ബി സൈൻ തീറ്റ. മക്കളെ ഇവിടെ എൽ ബി ഉണ്ട് അല്ലെ. എൽ ബി എന്ന് പറഞ്ഞ ഏരിയയാണ്. ഓക്കെ, എന്താണ് എൽ ബി എന്ന് പറഞ്ഞാൽ? എൽ ബി എന്ന് പറഞ്ഞ ഏരിയയാണ് അല്ലെ. എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ, എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഏരിയ എ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോർക്ക് എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ഇൻറ്റു ഐ സൈൻ തീറ്റ. ഐ സൈൻ തീറ്റ. എ ഇൻറ്റു ബി ഇൻറ്റു ഐ സൈൻ തീറ്റ. ഓക്കെ, ഇനി എൻ കുറേ ലൂപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരെണ്ണുള്ളൂ അല്ലേ. ഫോർ എൻ ലൂപ്സ് ഉണ്ടെങ്കിൽ, ഫോർ എൻ ലൂപ്സ് ഉണ്ടെങ്കിൽ, എൻ ലൂപ്സ് ഉണ്ടെങ്കിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൻ ഐ ബി എ സൈൻ തീറ്റ, എൻ ഐ ബി എ സൈൻ തീറ്റ, എൻ ഐ ബി എ സൈൻ തീറ്റ. സോ ടോർക്ക് സീക്വൽ ടു ഈ എൻ ഐ എന്നുള്ളതിന് നമ്മൾ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്ത് വരും? എ ക്രോസ് ബി എന്ന് വരും. ഈ എ എന്ന് പറയുന്നത് എന്താ? ഏരിയ വെക്ടർ ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ്. ആക്ച്വലി മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഉണ്ട്, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് റെഫർ ചെയ്യാം. ഓക്കെ, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഓക്കെ, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ മക്കൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ഒരു റേഡിയൽ മാഗ്നറ്റിനെയാണ് ഇവിടെ ഫിറ്റ് ചെയ്യുക. റേഡിയൽ മാഗ്നറ്റിന്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു. ഓക്കെ, റേഡിയൽ മാഗ്നറ്റ് എന്തിനാ വെച്ചാൽ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് ടോർക്ക് മാക്സിമം ഉണ്ടാവുക sin 90 കിട്ടുമ്പോഴല്ലേ. sin 90 കിട്ടുമ്പോഴല്ലേ അത് മാക്സിമം ആവാൻ വേണ്ടിയിട്ടാണ്. എ ക്രോസ് ബി, ഏരിയ വെക്ടർ ക്രോസ് ബി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നമ്മൾ വെച്ചത്. ഓക്കെ, ഇനി മക്കളൊരു കാര്യം ആലോചിക്കുക. ഇവിടെ ബി എന്ന് ഒന്ന് ആലോചിക്കുക. ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത് ഉണ്ട്, ഇവിടെ ഒരു ലൂപ്പ് ഉണ്ട്. ഈ ലൂപ്പിന് രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു പോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് ആണ്. പക്ഷെ നമുക്ക് രണ്ട് രീതിയിലുള്ള സ്പ്രിങ് ഉണ്ടാവും. ഒന്ന് നമ്മളിങ്ങനെ ഈ എഞ്ചിൻ ഇങ്ങനെ കറക്കുന്ന സ്പ്രിങ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ സ്റ്റോപ്പ് വാച്ചിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കറക്കുന്ന. ഓക്കെ, അവിടെ ഉണ്ടാവുന്ന ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർഷ്യൻ കോൺസ്റ്റന്റ്. നമ്മൾ എത്രത്തോളം കറക്കുന്നോ അത്രത്തോളം അത് എഗെയിൻസ്റ്റ് ആയിട്ട് കറങ്ങും. മനസ്സിലായോ? നമ്മളിപ്പോൾ ഇതിങ്ങനെ മുറുക്കിയാൽ ഇത് ഇത്രത്തോളം, അതായത് നമ്മളിപ്പോൾ എത്ര കംപ്രസ് ചെയ്താലും ഇത് എത്ര ലെങ്ത്തിൽ വരും എന്നല്ലേ, അതേപോലെ നമ്മൾ ഇത് മുറുക്കുകയാണ്. ഇത് മുറുക്കുമ്പോൾ അത്രത്തോളം ആ ടോർക്ക് ഉണ്ടാവും. അത് തിരിച്ച് ഇത് വിടുന്ന സമയത്ത് ഇത്രത്തോളം ഇത് കറങ്ങും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതും ക്ലിയർ ആക്കുക. ഓക്കെ, ഇവിടെ കെ എന്ന് പറയുന്നത് എന്താ? കെ എന്ന് പറയുന്നതാണ്, ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർഷ്യൽ കോൺസ്റ്റന്റ്. മറക്കണ്ട, ടോർഷ്യൻ കോൺസ്റ്റന്റ്. ടോർഷ്യൻ കോൺസ്റ്റന്റ് എന്താ വിളിക്കുക? ടോർഷ്യൻ കോൺസ്റ്റന്റ്. ടോർഷ്യൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി മക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ടോർക്ക് എന്ന് പറയുന്നത് എന്താ? നമുക്ക് കിട്ടി NIBA. നമ്മൾ പറഞ്ഞു അല്ലേ, സൈൻ തീറ്റ 90 ഡിഗ്രി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? റേഡിയൽ മാഗ്നറ്റിനൊക്കെ ഫിറ്റ് ചെയ്തത്. ഇനി അതേപോലെ ഇത് എത്രത്തോളം കറങ്ങും, നമ്മൾ എത്രത്തോളം ഈ ടോർഷ്യൽ കോൺസ്റ്റന്റ് ഉണ്ടാവുന്നോ അത്രത്തോളം ആയിരിക്കും ഇത് കറങ്ങുക. അപ്പൊ നമുക്ക് എന്താണ്? ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻക്ക് എടുക്കാം. അതായത് ഇക്വിലിബ്രിയത്തിൽ കെ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു NIBA എന്ന് പറയാം. എന്താണ് കെ ആൽഫ? അതായത് കെ ആൽഫ എന്ന് പറഞ്ഞാൽ ടോർഷൻ, അതായത് എത്രത്തോളം നമ്മൾ കറക്കുന്നോ അതാണ് കെ ആൽഫ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ മറ്റേത് F is equal to KX എന്ന് പറയൂലേ ഹുക്സ് ലോ പ്രകാരം. അതേപോലെ ഇവിടെ F എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ K ഇൻറ്റു ആൽഫ. റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. 2 വട്ടം മുറുകിയാൽ 2 വട്ടം കറങ്ങും, 3 വട്ടം മുറുക്കിയാൽ 3 വട്ടം കറങ്ങും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കെ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു NIBA. ഇവിടുന്ന് മക്കൾ മനസ്സിലാക്കുക, ആൽഫ ബൈ ഐ എന്ന് പറയുന്നത് എന്താ? ആൽഫ ബൈ ഐ എന്ന് പറയുന്നത് എന്താ? NBA ബൈ കെ ആണ്. ആൽഫ ബൈ ഐ എന്ന് പറയുന്നത് എന്താ? NBA ബൈ കെ ആണ്. എന്താണ്? NBA ബൈ കെ ആണ് ആൽഫ ബൈ എ. ഈ ആൽഫ ബൈ ഐനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? കറന്റ് സെൻസിറ്റിവിറ്റി. എന്താ പറയാ? കറന്റ് സെൻസിറ്റിവിറ്റി. കറന്റ് സെൻസിറ്റിവിറ്റി. ഓക്കെ, എന്താണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്? കറന്റ് സെൻസിറ്റിവിറ്റി. ഈ ആൽഫ ബൈ ഐനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കറന്റ് സെൻസിറ്റിവിറ്റി കേട്ടോ. കറന്റ് സെൻസിറ്റിവിറ്റി. ഓക്കെ, ഇതേപോലെ മക്കളെ, ഇതേപോലെ നമുക്ക് എന്തും കിട്ടും? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പൊ ആൽഫ ബൈ വി ആണ് വരിക. എന്താ വരിക? ആൽഫ ബൈ വി ആണ് വരിക. ഇവിടെ ഈ ആൽഫ ബൈ ഐ ഉണ്ടല്ലോ, ഈ ആൽഫ ബൈ ഐ ഉണ്ടല്ലോ, അതിന് എങ്ങനെയാണ് നമുക്ക് ആൽഫ ബൈ വി ആക്കി മാറ്റാൻ പറ്റുക? ഇവിടെ നിങ്ങൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. ഈ ആൽഫ ബൈ ഐ
ഈ ആൽഫ ബൈ ഐനെ വിച്ച് ഈസ് ഈക്വൽ ടു NBA/K അല്ലേ? ഇതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അവിടെയും ഇവിടെയും. അപ്പോൾ I6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V അല്ലേ? അപ്പോൾ ആൽഫ V വിച്ച് ഈസ് ഈക്വൽ ടു NBA/K × R, അതായത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ആൽഫ ബൈ വിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ആണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഫസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് ഫസ്റ്റ് ഡെറിവേഷൻ. അത് ഏതാണ്? എന്താണ്? എക്സ്പ്രഷൻ ഫോർ സർക്കുലർ ലൂപ്പിന്റെ ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. രണ്ടാമതായിട്ട് ഒന്ന് ഓർത്തിരിക്കേണ്ടത്, ബിയോട്ട്-സബാർട്ട് ഓർത്ത് വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കുക. അതേപോലെ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ 2 ഇൻഫൈനൈറ്റ്ലി ലോങ് പാരലൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് നല്ല രീതിയിൽ ഓർത്ത് വെക്കുക. മാക്രോസ്കോപ്പിക് വയറിലുള്ള F=ILB ആ ഒരു ഇക്വേഷൻ കിട്ടാനും, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്ററിന്റെ ഇക്വേഷൻസും, മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെയും, ടോർക്ക് ഓൺ എ കറന്റ് ക്യാരിയിങ് ലൂപ്പും, അത് കഴിഞ്ഞിട്ട് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ, അതേപോലെ വാട്ട് ഇസ് കറന്റ് സെൻസിറ്റിവിറ്റി, അതേപോലെ വാട്ട് ഇസ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഇത്രയും കാര്യങ്ങൾ ഷുവർ ആയിട്ടും നമ്മളെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.